ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസാണ്. ഈ ടെൻസിൻ്റെ പ്രത്യേകത, ഈ ടെൻസ് അറിയാവുന്ന ഒരുപാട് ആൾക്കാരും ഈ ടെൻസ് ഉപയോഗിക്കാൻ കഴിയുന്നവരല്ല. ക്ലാസ്സിന് വരുന്ന ഒരുപാട് ആൾക്കാർക്കും ഈ ടെൻസ് വളരെ നന്നായിട്ട് അറിയാം, പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒരുപാട് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുലേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്ത യൂസസ് ഇവയൊക്കെയാണ്. ആദ്യം നമുക്ക് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സ്ട്രക്ചർ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ. പക്ഷേ അതിൻ്റെ യൂസസ് മറ്റ് ടെൻസുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള സാമ്യത, ഇതൊക്കെയാണ് നമുക്ക് പ്രശ്നം. ഈ ടെൻസിൻ്റെ യൂസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് മറ്റ് ടെൻസുകളുമായിട്ടുള്ള വ്യത്യാസം. ചില ആൾക്കാർ പറയും നമ്മുടെ സംസാരത്തിന് ഗ്രാമർ പോർഷൻസ് അത്യാവശ്യമില്ല. നമ്മുടെ സംസാരത്തിൽ ഗ്രാമർ പോർഷൻസ് വളരെ അത്യാവശ്യമാണ്. ഗ്രാമറാണ് ഉപയോഗിക്കുന്നത് എന്ന് തോന്നൽ അനാവശ്യമാണ്. അതിനർത്ഥം ഗ്രാമർ വേണ്ടെന്നല്ല. നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ എല്ലാ ഗ്രാമർ പോർഷൻസും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഏത് ഗ്രാമറാണെന്ന് അറിയണമെന്നില്ല. അവർ സംസാരിക്കുമ്പോൾ ഗ്രാമർ പോർഷൻസ് കറക്റ്റാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹൗ പ്ലസ് V3. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹൗ പ്ലസ് V3. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിച്ചപ്പോൾ വില്ലിൻ്റെയും ഷാലിൻ്റെയും യൂസസ് പറഞ്ഞതാണ്. നമുക്ക് കുറേ എക്സാമ്പിൾസ് നോക്കാം. ദേ വിൽ ഹാവ് ഗോൺ. സബ്ജക്റ്റ് ദേ വിൽ ഹാവ് പ്ലസ് V3. ഷീ വിൽ ഹാവ് സീൻ മീ. ഷീ വിൽ ഹാവ് സീൻ മീ. ഹി വിൽ ഹാവ് ടേക്കൻ യുവർ ബാഗ്. ഹിബ വിൽ ഹാവ് യൂസ്ഡ് ഇറ്റ്. യു വിൽ ഹാവ് ഗോട്ട് ഇറ്റ്. കണ്ടോ, സബ്ജക്റ്റ് യു, വിൽ ഹാവ് പ്ലസ് V3. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ വിൽ ഷാൽ ഇവയുടെ കൂടെ നോട്ട് ചേർത്താൽ മതി. They will have gone. They will not have gone. They won't have gone. She will have seen me. She won't have seen me. He will have taken your bag. He won't have taken your bag. You will have got it. You won't have got it. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ, അതൊക്കെ അത്ര ഡിഫിക്കൽട്ട് പോർഷൻ അല്ല. യു വിൽ ഹാവ് സീൻ ഇറ്റ്, അതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ വില്ലെന്ന് ആദ്യം പറഞ്ഞാൽ മതി. യു വിൽ ഹാവ് സീൻ ഇറ്റ്, വിൽ യു ഹാവ് സീൻ ഇറ്റ്. യു വോണ്ട് ഹാവ് സീൻ ഇറ്റ്, വോണ്ടെങ്കിൽ ആദ്യം പറഞ്ഞാൽ മതി. വോണ്ട് യു ഹാവ് സീൻ ഇറ്റ്, യു വിൽ ഹാവ് സീൻ ഇറ്റ്, വിൽ യു ഹാവ് സീൻ ഇറ്റ്. യു വോണ്ട് ഹാവ് സീൻ ഇറ്റ്, വോണ്ട് യു ഹാവ് സീൻ ഇറ്റ്. യു വിൽ ഹാവ് ഗോട്ട് ഇറ്റ്, വിൽ യു ഹാവ് ഗോട്ട് ഇറ്റ്. യു വോണ്ട് ഹാവ് ഗോട്ട് ഇറ്റ്, won't you have got it. Hiba will have used it. Hiba won't have used it. Will Hiba have used it. Won't Hiba have used it. ഇനി നമുക്ക് ഈ ടെൻസിൻ്റെ യൂസസ് നോക്കാം. നമുക്ക് കൂടുതലും അറിയേണ്ടത് ഈ ടെൻസിൻ്റെ യൂസസ് ആണ്. അതിലൊന്ന് എ കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസാണിത്. എ കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ, അതായത് ഇനി വരാനുള്ള ടൈമിലെ ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ, അതായത് പൂർത്തിയാക്കപ്പെട്ട ഒരു പ്രവൃത്തി ഇനി വരാനുള്ള ടൈമിലെയാണ്. ഫോർ എക്സാമ്പിൾ, ബൈ 9 o'clock ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. 9 മണിയോടുകൂടി ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനി വരാനുള്ളൊരു ടൈമാണ് 9 o'clock. When you reach the railway station, she will have taken a ticket for you. നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവൾ നിനക്ക് വേണ്ടിയിട്ടൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകും. ഇതുവരെ എടുത്തിട്ടില്ല, നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവൾ എടുത്തിട്ടുണ്ടാകും. When I contact you, will you have gone? ഞാൻ നിന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നീ പോയിട്ടുണ്ടാകുമോ? ഭാവിയിലെ ഒരു കംപ്ലീറ്റഡ് ആക്ഷനാണ്. Before they come, we will have cleaned the room. അവർ വരുന്നതിന് മുൻപ് ഞങ്ങൾ റൂം വൃത്തിയാക്കിയിട്ടുണ്ടാകും. ബിഫോർ യു സീ മീ ഐ വിൽ ഹാവ് ബോട്ട് എ ന്യൂ കാർ.
നീ എന്നെ കാണുന്നതിന് മുൻപ് ഞാനൊരു പുതിയ കാറ് വാങ്ങിയിട്ടുണ്ടാകും. ഡ്യൂറേഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലെ ഒരു ഡ്യൂറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, യു വിൽ ഹാവ് ലിവ്ഡ് ഇൻ കേരള ഫോർ 10 years ബൈ ദ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷത്തോടു കൂടി നീ കേരളത്തിൽ 10 വർഷം താമസിച്ചിട്ടുണ്ടാകും. ഇതുവരെ 10 വർഷമായിട്ടില്ല, അടുത്ത വർഷത്തോടു കൂടി ആകത്തതേ ഉള്ളൂ. വെൻ യു സീ മീ ടുമോറോ ഹി വിൽ ഹാവ് ടോക്ക്ഡ് ടു മീ ഫോർ 5 hours. നാളെ നീ എന്നെ കാണുമ്പോൾ അവൻ എന്നോട് 5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടാകും. ഇതുവരെ സംസാരിച്ചിട്ടില്ല, നാളെ നീ എന്നെ കാണുമ്പോൾ അവൻ എന്നോട് 5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് വർക്ക്ഡ് ആസ് എ ടീച്ചർ ഫോർ 20 years ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്. ഈ മാസം അവസാനത്തോടു കൂടി അവൾ ടീച്ചറായിട്ട് 20 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടാകും. ഇതുവരെ ആയിട്ടില്ല, ഈ മാസത്തിൻ്റെ അവസാനത്തോടു കൂടി അവൾ 20 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാകും.